ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും രോഗശാന്തിയും ഭഗവാന്റെ കൃപയും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകും. ക്ഷേത്രത്തിൽ പോകുന്നത് ഭഗവാൻ, അവിടെ ഈശ്വരനെ നമുക്ക് കൂടുതലും ഈശ്വരൻ ചൈതന്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാന്റെ അവിടെ ചൈതന്യമുണ്ട്. ഭഗവാന്റെ ചൈതന്യം നമുക്കും കിട്ടും. നമുക്ക് ആനന്ദം അനുഭവിക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ അവിടെ പറയുകയും ചെയ്യാം. ഭഗവാൻ അവിടെ എല്ലാവരും കൂടുമ്പോൾ അവിടെയാണല്ലോ കൂടുതൽ ശക്തിപ്പെടുന്നത്. വീട്ടിലും അങ്ങനെ എന്നും ചെയ്യുന്നവർക്ക് നമ്മുടെ വീടും ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ഭഗവാന് വഴിപാട് നൽകുമ്പോൾ, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ വെറും കൈയോട് പോവുകയില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കും, അല്ലെങ്കിൽ അതും ഒരു വഴിപാടാണല്ലോ. നമ്മുടെ വേദനകളും ദുരിതങ്ങളോ വിഷമങ്ങളോ ഭഗവാനോട് പറയാനും അതും ഒരു വഴിപാടാണ്. പിന്നെ ഈശ്വരന് നമ്മൾ വിളക്കിത്തിരി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, പഴങ്ങളോ എന്ത് കൊണ്ടു പോകുന്നു, അത് എന്താ ഭഗവാന് കൊടുക്കുന്ന വഴിപാടാണ്. അപ്പോൾ അത് ഭഗവാൻ സ്വീകരിക്കണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഭഗവാൻ സ്വീകരിക്കണമെങ്കിൽ ഭഗവാൻ എന്താ നമ്മളോട് നോക്കുന്നത്, നമ്മൾ ശുദ്ധ ഹൃദയക്കാരാണോ എന്നാണ്. നമ്മളൊരു ശുദ്ധമായ ഹൃദയത്തോടുകൂടി ഭഗവാന് കൊടുത്തെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കൂ. അല്ലെങ്കിൽ വെറുതെ അവിടെ വയ്ക്കാവുന്നേ ഉള്ളൂ. നമുക്കുള്ള മനസ്സ് പോലും ശുദ്ധമല്ലാതെ പൊക്കൂടാ. എന്താ ശുദ്ധക്കേട്? അത് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്, നമ്മൾ ആർക്കെങ്കിലും ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും സഹോദരങ്ങളാണല്ലോ. ചുറ്റിനും നമ്മുടെ വീട്ടിലായാലും അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ പെറ്റ മക്കൾ, അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള മനുഷ്യർ ആരോ ആയിക്കോട്ടെ, അതെല്ലാം സഹോദരങ്ങളാണ്. നമ്മളൊരു സഹോദരനോടൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയോ എന്തെങ്കിലും ഒരു വാക്ക് പറയുകയോ ചെയ്തിട്ട് നമ്മൾ പോയാൽ എന്താ ഫലം? നമ്മുടെ ഹൃദയം ശുദ്ധിയല്ല. കാരണം നമ്മുടെ ഹൃദയം തന്നെ നമുക്ക് തന്നെ അറിയാം, അയ്യോ ഞാൻ അവരെ ദ്രോഹിച്ചു. നമ്മുടെ തെറ്റ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പുകയത്തില്ലേ? എത്രയായാലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് നമുക്ക് ഉള്ളിലറിയാം. പക്ഷെ പുറമേ അഭിമാനം സമ്മതിക്കല്ല അവരുടെ ഏറ്റു പറയാൻ. ഞാൻ തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് ചിലർക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ അങ്ങനെ ഒന്ന് ഏറ്റു പറഞ്ഞ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ, അയ്യോ ഞാൻ തെറ്റാ ചെയ്തു പോയതെന്നൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകൂ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനോടൊക്കെ ഈ വഴിപാട് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ, ഭഗവാനെ ഞാൻ ഇന്നതുപോലെ ഒരു തെറ്റ് ചെയ്ത് എന്ന് മനസ്സിൽ അപ്പോഴും ഓർമ്മ വരും. ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ആ വഴിപാട്, ആ യാഗപീഠം, അത് അവിടുത്തെ ഭഗവാന്റെ മുമ്പിൽ അവിടെ നമ്മൾ കൊണ്ട് വയ്ക്കുമല്ലോ, സ്ഥലം ഉണ്ടല്ലോ. എല്ലാവരും കൊണ്ട് ചന്ദനത്തിരി എല്ലാം വഴിപാട് കൊണ്ടുവന്ന് വയ്ക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആദ്യമേ അവിടുന്ന് പോയി ആ സഹോദരനെ നിരപ്പാകുക. അങ്ങനെ പോകാൻ പറ്റില്ല, നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുക. കാരണം ആദ്യം ഓർത്തില്ല. തൊഴുവാൻ ചെല്ലുമ്പോൾ എന്തായാലും നമ്മൾ ഓർക്കും, നമ്മൾ ഇങ്ങനെ തെറ്റൊക്കെ ചെയ്തെന്നുള്ള ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ആ കറ ഉള്ളിൽ കിടന്നാൽ എങ്ങനെ ഈശ്വര പ്രസാദവും ചൈതന്യം നമ്മളെ ഹൃദയത്തിലേക്ക് വരും? ആ അഴുക്കല്ലേ ഉള്ളിലിരിക്കുന്നത്. ഹൃദയം ശുദ്ധിയായിട്ടല്ലേ നമുക്കത് ഭഗവാന്റെ ചൈതന്യം ഏറ്റുവാങ്ങാൻ പറ്റൂ. നല്ല ശുദ്ധമുള്ള പാത്രത്തിൽ പാലൊഴിച്ചെങ്കിലേ അത് പിരിയാതിരിക്കും. അപ്പോൾ അവിടെ ഭഗവാന്റെ ചൈതന്യം അവിടെ ഉൾക്കൊള്ളണം. അവിടെ ഹൃദയത്തിൽ കയറണമെങ്കിൽ നമ്മുടെ ഹൃദയം വെടുപ്പായിരിക്കണം. അതുകൊണ്ട് ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? നിരപ്പാവണം. അവരോട് സ്നേഹം കാണിക്കണം, അവരോട് സ്നേഹം വേണം. സ്നേഹമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായല്ലോ. പിന്നെ ഒന്നും ഭയക്കണ്ട. ഭഗവാനോട് നമുക്ക് സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാന്റെ ചൈതന്യം ഏറ്റുവാങ്ങാം. ഇത് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇത് അറിയാമോ അറിയത്തില്ലെന്ന് എനിക്കറിയില്ല. ഹിന്ദുക്കളും ഇങ്ങനെ ഒരുപാട് പേര് ദോഷങ്ങൾ ചെയ്ത് വെച്ചിട്ട് അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കാം. കുറച്ചും കൂടെ ഈ ശത്രുക്കൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമ്പോൾ വഴക്ക് കൂടുകയോ ചണ്ട കൂടെ ചെയ്യുമ്പോൾ ശത്രുവായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എന്നെ ശത്രു ദ്രോഹിച്ചെന്നാണിക്ക് അവിടെ നിന്ന് പറയുന്നത്. ഈശ്വരൻ അത് കേൾക്കൂ, നമ്മുടെ വഴിപാട് സ്വീകരിക്കൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇതെല്ലാം മാറ്റണം.
ഹൃദയശുദ്ധി ആയിട്ട് വേണം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ നിന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണല്ലോ ഈശ്വരൻ ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധം ഉണ്ടെങ്കിലേ നമുക്ക് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് ആ കൃപ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സന്ധ്യാസമയത്ത് തന്നെ നമ്മൾ നാമം ചൊല്ലുമ്പോഴും ആ ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ വൈകുന്നേരെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരായിട്ട് ദ്രോഹമൊക്കെ ചെയ്തോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ ദ്രോഹിച്ചോ, എല്ലാ എല്ലാ സൃഷ്ടിയും നമ്മുടെ സഹോദരങ്ങൾ, അത് ഇന്നാരുന്നില്ല. ഒരു മൃഗത്തിനെ ആയാലും അവർ നിരപരാധിയാണ്, ഒരു മൃഗത്തിനെ പോലും നമ്മൾ വേദനിപ്പിച്ചാൽ അതെല്ലാം നമ്മളെ ഭഗവാനുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഏറ്റു പറയണം. അപ്പോൾ ദൈവമേ, ഇന്നതുപോലെ ഞാനൊരു ദ്രോഹം ചെയ്തു പോയി, എന്നിട്ട് അതിന് പ്രായശ്ചിത്തവും പശ്ചാത്താപവും ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പ്രാർത്ഥന തുടങ്ങാൻ. അത് നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, കർത്താവായ യേശു തമ്പുരാനും എന്താ പറയുന്നത്, നമുക്ക് ബൈബിളിനകത്തും കിടപ്പുണ്ട്. എന്താ പറയുക, അതായത് ഞാനോ നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശു തമ്പുരാൻ യേശു തമ്പുരാൻ ആരാ? ഭൂമിയിൽ നമ്മളെ നന്നാക്കാൻ വന്നതാ അന്ന്, അല്ലാതെ ദ്രോഹിക്കാൻ വന്നതല്ല. ഒരു പാപി പോലും നശിച്ചു പോകാതെ അതിന് ഭഗവാൻ കർത്താവായ യേശു തമ്പുരാൻ ദൈവപുത്രനാണ്. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവ് ഇന്നാര് കേൾക്കാനോ ഇന്നാര് പഠിക്കാനോ അല്ല വന്നത്. നമ്മളെല്ലാവരും പഠിക്കാനോ, അറിവില്ലാത്തവർക്ക് പഠിക്കാനോ, അന്യായം പ്രവർത്തിക്കുന്നവർക്ക് അറിവില്ലെന്നർത്ഥം. അപ്പോൾ ന്യായമുള്ളവർ പഠിക്കണ്ട, ന്യായം പ്രവർത്തിക്കുന്നവർക്ക് ഒന്നും വേണ്ട, അവർക്കെല്ലാം അറിയാം. പക്ഷേ അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആരായി പറയുന്നത്? ഇത് കർത്താവായ പിതാവിൻ്റെ മകനായ യേശു കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ന്യായവിധിക്ക് യോഗ്യനാകും. ന്യായാധിപൻ ആരാ ഉള്ളത്? നമുക്ക് ലോകപിതാവായ ദൈവം. യേശു കർത്താവ് പറയുന്നത് എന്താ? പിതാവായ ദൈവമാണ് ന്യായാധിപൻ, ന്യായം വിധിക്കും. അതുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, നിസ്സാരമായൊരു വാക്ക്, നീ ഒരു നിസ്സാരനാണ്, നിന്നെ ആര് മൈൻഡ് ചെയ്യുന്നത്, അതുപോലും നമുക്ക് പാടില്ല. നമ്മളാണ് ഏറ്റവും ചെറുത്. നമ്മളെക്കാളും സ്വർഗരാജ്യത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ മുൻഗണന വേണമെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാവരിലും ചെറിയവനാവണം. അപ്പോഴാണ് ദൈവം അവിടെ നമ്മളെ വലിയവനാക്കുന്നത്. ഇവിടെ എല്ലാവരിലും താഴ്മയുള്ളവനായിരിക്കണം. അതാണ് കർത്താവ് തന്ന ഗുണഗണങ്ങൾ. ഇതാണ് ഇതിനകത്ത് ഉടനീളവും പറഞ്ഞു തരുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്ന്. അപ്പോൾ എന്താ പറഞ്ഞ, സഹോദരനോട് നിസ്സാര എന്നൊരു വാക്ക് പോലും പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ വലിയ വാക്കുകളൊന്നും നീ ഒരു മൂഢനായെന്ന് പോലും പറഞ്ഞുകൂടാ. കാരണം നമ്മൾ ഇങ്ങേയറ്റത്തെ മൂഢനല്ലേ. പിന്നെ നമ്മുടെ ഉള്ളിലെ കുഴപ്പം വെച്ചിട്ട് മറ്റുള്ളവരെ മൂഢാന്ന് വിളിക്കാൻ കൊള്ളാമോ? നമ്മൾ ഏറ്റവും മൂഢനാണ്, ഒന്നും അറിവില്ലാത്തവനാണ്, ഒരു ന്യായവും അറിയില്ല, എല്ലാപ്പോഴും അന്യായമേ ഉള്ളൂ. ഭഗവാനെ, എനിക്കൊന്നും അറിവില്ല എന്നുള്ള നമ്മൾ മറ്റുള്ളവരെ മൂഢാന്ന് വിളിക്കാൻ പറ്റും? എല്ലാം ദൈവത്തിൻ്റെ സന്തതികളല്ലേ. അപ്പോൾ മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ അതുപോലും പാടില്ല. നമ്മൾ എന്തെല്ലാം വാക്കുള്ള ഓരോരുത്തരെ പറയുന്നറിയാമോ? അപ്പോൾ അതുപോലും പാടില്ല. അപ്പോൾ എന്ത് വരും? മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതാണ് നമ്മുടെ യോഗ്യത. ഭഗവാൻ അങ്ങനെയാണ് നമ്മളെ കാണുന്നത്. നരകം, ചൂട് കയറി നമ്മുടെ ഉള്ളങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. എങ്ങും പോകണ്ട, നമ്മൾ അപ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ്. അപ്പോൾ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ, നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തിരുമേനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കും. എല്ലാവരും കൊണ്ട് വയ്ക്കരുത്. നമ്മളും ചന്ദനത്തിരിയും വിളക്കെണ്ണയും എല്ലാം കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ വഴിപാട് എന്താണെന്ന് വെച്ചാൽ അതെന്താണ്, കരിക്കോ പഴമോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ, യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ, നമുക്ക് അയ്യോ ഞാനൊരു സഹോദരനോട് പിണങ്ങിയിരിക്കുവാണല്ലോ എന്ന് നമുക്കൊന്ന് ഓർമ്മ വന്നാൽ, ഓർമ്മ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഓർമ്മ വരാതിരിക്കരുത്. തെറ്റ് ചെയ്യുന്നവന് എപ്പോഴായാലും അത് ഓർമ്മ വരും. അപ്പോൾ ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നമ്മൾ വച്ചിട്ടുണ്ടല്ലോ, അവിടെ വച്ചിട്ട് നമ്മൾ ഭഗവാനോടൊന്നും പറയണ്ട. കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞാലും ഭഗവാൻ അംഗീകരിക്കത്തില്ല, ഉറപ്പായും അംഗീകരിക്കത്തില്ല. ഒരു വേദപുസ്തകത്തിലും അത് പറഞ്ഞിട്ടില്ല. പാപി തന്നെയാണ്. ഒരു മൂഢ എന്ന് പറയുന്ന പോലും പാപമാണ്, നിസ്സാര എന്ന് പറയുന്ന പോലും പാപമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മൾ നമുക്കൊന്നും ഇതൊക്കെ ചെറുതല്ലേ എന്ന്. പക്ഷേ ഭഗവാൻ നോക്കുമ്പോൾ നമ്മൾ അതിലും വലുവൻ എന്നുള്ള ചിന്ത നമുക്ക് വന്നുപോയി. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെ നിസ്സാര എന്ന് പറയുന്നത്. മൂഢ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വലിയ കേമനാണ്, നമ്മൾ പണ്ഡിതനാണെന്നല്ലേ അതിൻ്റെ അർത്ഥം.
നമ്മളങ്ങനെ ആണോ? അല്ലല്ലോ. ആവുന്നവർ ഒട്ടും തന്നെയും പറയത്തില്ല. അപ്പോൾ നമുക്ക് അഹങ്കാരം, അന്യായം പ്രവർത്തിക്കുന്നു. നമ്മളെല്ലാവരിലും കേമനാണെന്നുള്ള ചിന്ത വച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ചെന്നാൽ നമ്മൾ ഭഗവാനല്ലേ കേമൻ? ന്യായാധിപനായിരിക്കുന്ന ഭഗവാനെ കഴിഞ്ഞ് നമ്മളൊരു കേമനാവോ? അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരിലും ചെറുതാണെന്നുള്ള ഉള്ളിലുള്ള ഓരോ ചിന്ത ഉണ്ടെങ്കിൽ ഈശ്വരൻ അവിടെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് അറിവില്ലാതെ ചെയ്തു പോയി ഞാൻ ഓർത്ത് ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഓർമ്മ വെച്ചത് ഞാൻ ഓടിപ്പോവുക, ആ സഹോദരനോട് നിരപ്പാകണം. അതാണ് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വഴിപാട് വച്ചിട്ട് ഒന്നാമത് ആദ്യമേ ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ഒന്നും വേണ്ട, പോകുന്ന വഴി ചെന്ന് ഒന്ന് അടുത്ത വീടാണോ ഒന്ന് മിണ്ടുക, അപ്പം തീർന്നല്ല. നമ്മൾ ഒന്നും തെറ്റാ ശരിയാ ചെയ്തൊന്നും പറയുകയും വേണ്ട, നമ്മളൊന്ന് നിരക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പോകുന്ന വഴിക്ക് ഒന്ന് കയറി സഹോദര അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അമ്മേ ആരോടാണ്, അല്ലെങ്കിൽ ആങ്ങളെ അല്ലെങ്കിൽ മാമ ആരോടാണ് നമ്മൾ മൃഗങ്ങളാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഭഗവാനോടൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ഇന്നൊരു മൃഗത്തിനെ വെറുതെ അടിച്ച് അല്ലെ അതിനെ ഇങ്ങനെ ചെയ്ത് എന്ന് നമുക്ക് ഈശ്വരനോട് പറഞ്ഞ് മുമ്പേ ചെന്ന് അത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വഴിപാട് അവിടെ വയ്ക്കാം. അല്ലാതെ നമുക്ക് അവിടുത്തെ നമ്മൾ പോകുന്നതെന്തിനാ? നമ്മുടെ വിഷമോ വേദനകളോ നമ്മുടെ പ്രയാസങ്ങളോ പറഞ്ഞ് ഭഗവാനോട് ഇരക്കാനാണല്ലോ പോകണം, അപേക്ഷിക്കാനാണല്ലോ പോകുന്നത്. അതല്ലെങ്കിൽ എന്തിനു പോകും? അവിടുത്തെ ചൈതന്യം ഏറ്റുവാങ്ങാൻ പോകും. അത് മിക്കവാറും അങ്ങനെയില്ല, 100-ന് 1 കാണും. അപ്പോൾ മിക്കവാറും 99 പേരും പോകുന്നത് നമ്മുടെ ഓരോ പ്രയാസങ്ങൾ പറയാനാണ്. അപ്പോൾ അതിന് വേണ്ടി ആയാലും നമ്മൾ നിരന്നില്ല നമ്മുടെ വാക്ക് കേൾക്കത്തില്ല. അതുകൊണ്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. പിന്നെ പോറ്റിയെടുത്ത് തിരുമേനിയെടുത്ത് പറയണം ഇന്ന വഴിപാട് അവൾ ചെയ്യുക എന്ന് നമുക്ക് പറയാം. അങ്ങനെ കഴിക്കാം. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. നമ്മൾ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്താണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെന്ന് നിൻ്റെ പ്രതിയോഗിയോട് വേഗത്തിൽ തന്നെ ചെന്ന് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ എന്ത് വരും? ഇപ്പം വഴിപാട് അമ്പലത്തിൽ പോകണമെന്നില്ല, നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഈശ്വര എന്ന് പറയുന്ന വിളക്ക് കത്തിച്ച് സന്ധ്യയ്ക്ക് നാമം ചൊല്ലും. അതും ഭഗവാൻ കേൾക്കൂല, അതും യാഗപീഠമാണ്. നമ്മൾ വിളക്കത്തിക്ക് നമ്മുടെ അമ്പലം പോലെ തന്നെയാണ് നമ്മുടെ ഗൃഹത്തിലെ ആശ്രമം. അവിടെ പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. അവിടെ പോയി നമുക്ക് ഇരുന്ന് ഭഗവാൻ അവിടെ ഉണ്ട് ഈശ്വര എന്ന് ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ വരുന്നതിന് മുമ്പേ നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നത്? വിളക്ക് പ്രതീകമാണ്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരൻ. അപ്പോൾ ആ വിളക്ക് നമ്മുടെ ഉള്ളിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളം ആവണമെങ്കിൽ ഇതെല്ലാം നിരന്ന് കഴിയട്ടേ പറ്റും. ഇങ്ങനൊരു തെറ്റ് ചെയ്യാത്ത ആളുടെ ഉള്ളിലെ വിളക്കാവും. അതുവരെ നമ്മൾ പ്രതീകത്തെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രതീകത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, ആ പ്രതീകത്തോട് നമ്മൾ പറയണമെങ്കിൽ, ഒരു ദൈവത്തിൻ്റെ ഒരു വിഗ്രഹത്തോടാണ് നമ്മൾ സങ്കല്പിച്ച് പറയുന്നതെങ്കിൽ വേഗത്തിൽ അവനോട് നിരപ്പായിട്ട് വേണം എവിടായാലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. തടവിലായി പോകുന്നത്? ആ തെറ്റുകാരനല്ലാത്തവനായിരിക്കും അവിടെ. അപ്പോൾ അദ്ദേഹം അവിടെ ഉള്ള നമ്മുടെ പ്രതിയോഗി? ഒരു കുട്ടിയോ ഒരു തള്ളയോ ഒരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു ആങ്ങളെയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ചേട്ടനോ ആരും ആയിക്കോട്ടെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാനെ ഇന്നാരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞാൽ അവരൊന്ന് കരയും, കണ്ണുനീര്. അവരെങ്ങും പോകണ്ട, അവർ തെറ്റുകാരായിരിക്കത്തില്ലെങ്കിൽ അവർക്ക് എങ്ങും പോകേണ്ടിയില്ല, അവർ തന്നെ പറഞ്ഞാൽ മതി. അപ്പോഴെന്ത് വരും? ഏൽപ്പിക്കുക, ന്യായാധിപൻ്റെ മുമ്പിൽ ചെന്ന് പറയും. അപ്പോൾ ആ ന്യായാധിപനോട് ചെന്ന് പറയും ചേവകനും. അങ്ങനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഭഗവാന്റെ നരകക്കുഴിയാകുന്ന തടവുണ്ട്. അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ പുകഞ്ഞിരിക്കും, നമ്മുടെ ഹൃദയം പുകഞ്ഞ് നമ്മൾ വല്ലാത്തൊരവസ്ഥ, അതാണ് തടവിലാവുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ല. ഒടുവിലത്തെ കാശ്? നമ്മൾ കുറ്റം ചെയ്തത് അത് പറഞ്ഞ് തീർത്തല്ലാതെ നമ്മുടെ ഹൃദയം കൊണ്ട് തുറന്ന് ഭഗവാൻ, നമ്മൾ കിടപ്പിലായാലും നമ്മൾ എങ്ങനെയായാലും നമ്മൾ അത്രത്തോളം ഭഗവാനോട് പറഞ്ഞ് അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി, അപ്പോൾ ഒടുവിലത്തെ ഒടുവിലത്തെ ഒരു അക്ഷരം പോലും ബാക്കി ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തല്ലാതെ നമ്മൾ പുറത്ത് വരത്തില്ല. നമ്മുടെ ഹൃദയം വേദനിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? യാഗപീഠത്തിൽ വഴിപാട് അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലായാലും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലായാലും, നമ്മുടെ ഹൃദയവും അമ്പലമാണ്, യാഗപീഠമാണ്. ആ ഹൃദയത്തിലായാലും നമുക്ക് വേണമെങ്കിൽ, നമ്മുടെ ഭഗവാന്റെ ചൈതന്യം വേണമെങ്കിൽ, അതിൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങളാണോ അത് നമുക്ക് പ്രയാസപ്പെടാതെ ഭഗവാനോട് പറയണം. തുറന്ന് വിശാലമായ ഹൃദയത്തോട് നമ്മൾ ഭഗവാനെ പറയണമെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, സഹോദരൻ നിരപ്പാവുക. ഇതാണ് എനിക്കിന്ന് എൻ്റെ മക്കളോട് പറയാനുള്ളത്. കാരണം നമുക്ക്
എല്ലാം ഇത് ബൈബിൾ എന്ന് പറയുന്നത് ഒരുപാട് നല്ല നല്ല പാഠങ്ങളാണ് കർത്താവായ യേശു തമ്പുരാൻ ആർക്ക് വേണ്ടി ഇന്ന് എല്ലാവരും മതത്തെ ചൊല്ലി ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് കർത്താവ് അവതരിച്ചത്. ഓരോ സന്ദർഭത്തിൽ ഓരോ വിഷയങ്ങൾക്കും യേശു തമ്പുരാൻ വന്നത് ഒരു സമയത്താണ്. ഭഗവാൻ പരമാത്മാവ് അവതരിച്ച ശ്രീരാമനും ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചെല്ലാം ഓരോരോ കാലങ്ങളിലാണ്. അന്നന്ന് വേണ്ടുന്ന രീതിയിലാണ് ഇവിടെ അവതാരങ്ങൾ എടുക്കുന്നത്. അല്ലാതെ ഇന്നത് ചെയ്തുകൊണ്ട് അതുപോലെ ആകണമെന്നല്ല. ഇതിനകത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ സമാധാനം ഉണ്ടാക്കാനല്ല വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനക്കേടാണ്. എന്താ, സഹോദരൻ സഹോദരിയോടും അപ്പനോടും അമ്മയോടും മക്കളും അമ്മയോടും ഇതെല്ലാം തെറ്റി പിന്നിക്കുന്ന എല്ലാം ആണെന്ന് അതിൽ തന്നെ ഇത് വായിച്ച് ഉടനീളം നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, എല്ലാവർക്കും കർത്താവ് തമ്പുരാൻ അയ്യോ പരിശുദ്ധനായിട്ട് സാധുവായിട്ട് പാവമായിട്ടാണ് വന്നത്. അല്ല, നിങ്ങൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്. എന്താ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ ചെത്തിക്കളയും, വെട്ടിക്കളയും. അതാണ് കർത്താവ് ആരെന്നാണ് നിങ്ങളുടെ എല്ലാം വിചാരം? യേശു തമ്പുരാൻ ആള് ആപ്പ ഊപ്പയൊന്നും അല്ല, കൃഷ്ണൻ തന്നെയാ, കൃഷ്ണനോളം തന്നെയാ, പുത്രനാണെന്നേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തിയെല്ലാം തുല്യം തന്നെ. അത് മനസ്സിലാക്കി വായിക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. എല്ലാവരോടും വേദമോദി പറയും, അല്ലെങ്കിൽ തെറ്റായി നടക്കുന്ന വൃക്ഷങ്ങളാണോ നമ്മളെ വെട്ടിക്കളയും. അതാണ് കർത്താവ്. അല്ലാതെ വെറും മറ്റുള്ളവർ പറഞ്ഞക്കല്ല. അതൊക്കെ മതം മാറ്റാനും അവരുടെ സഭയെ കൂടാനും ഇതേ ഉള്ളു ഈശ്വരൻ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് പറ്റിക്കാൻ വേണ്ടി അവരോരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ബൈബിള് വായിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥം നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കും. അപ്പോൾ കർത്താവ് ആരാ നമ്മൾ അറിയും. നമ്മുടെ കർത്താവ്. നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക, നമ്മളത് പഠിക്കുക. അപ്പോഴാണ് നമ്മൾ നേരായ വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞ് നടക്കാൻ പറ്റും. നമ്മൾ എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിക്കണം. ബൈബിളും പഠിക്കണം, ഭാഗവതവും പഠിക്കണം, ഹിന്ദു പുരാണങ്ങളെല്ലാം പഠിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു പൈതലാവുന്നത്. ഒരു ദൈവ പൈതലാവണമെങ്കിൽ അല്ലാതെ അല്പം അത് കേട്ട് അതേ ഉള്ളൂ, ഇപ്പുറത്തൊന്നും കേൾക്കത്തുമില്ല. ഹിന്ദുക്കളുടെ ഒന്നും അറിയാത്ത ക്രിസ്ത്യാനിയുടെ ഒന്നും അറിയാത്ത ഹിന്ദുക്കൾ പിന്നെ എങ്ങനെ വഴക്കുണ്ടാവാതിരിക്കും, എങ്ങനെ മതാമത്സരം ഉണ്ടാവാതിരിക്കും? അതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ പഠിക്കണമെങ്കിൽ നമ്മൾ എല്ലാ പുരാണങ്ങളും നമ്മൾ നോക്കണം. ഈ പ്രവാചകനായാലും ദൈവപുത്രനായാലും പരമാത്മാവായ നാരായണനായാലും അവതരിച്ചു വരുന്നെല്ലാം ആരാണ് എന്താണ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിതൊക്കെ പഠിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.